നമ്മുടെ കഴിഞ്ഞ തവണത്തെ കാനഡ വീഡിയോസ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ ചില ചേട്ടന്മാർ വന്നിട്ട് കുറച്ച് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓ, ഈ ചേച്ചി കാനഡയിൽ പോയിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യായിരുന്നു, എന്നിട്ട് അവർക്ക് മടുത്തിട്ട് അവർ തിരിച്ചു വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻറ്റുകളുണ്ടായിരുന്നു. കമൻറ്റിനൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ കമൻറ്റ് ഇടുന്ന ചേട്ടന്മാർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ആക്ച്വലി കാനഡയിൽ ടോയ്ലറ്റ് ക്ലീനിങ്ങിന് നല്ല പൈസ കിട്ടും. ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ മിനിമം വേജ് എന്ന് പറയുന്നത് 17 CAD. ആ 17 CAD അല്ല എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം ഈ മാനുവൽ വർക്കിന് കുറച്ചും കൂടെ കൂടുതൽ ഡോളർ കിട്ടും. എനിക്കൊരു $21 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 17 വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മളത് ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു മന്ത്ലി സാലറി എന്ന് പറയുന്നത് ഒരു 1.2 lakhs ഒക്കെ ഉണ്ടാവും, നമ്മുടെ ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ. അത് നമ്മുടെ ഒരു പാർട്ട് ടൈം ആയിട്ട് നോക്കുവാണെങ്കിൽ എന്തായാലും ഒരു 40,000 50,000 രൂപ വരെയെങ്കിലും ഒക്കെ എനിക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് $21 നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ സമ്പാദ്യം ഉണ്ടായിട്ടുണ്ട്. സോ ഈ ഒരു ടോയ്ലറ്റ് ക്ലീനിങ് എന്ന് പറയുന്നത് അത്ര മോശമായിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള ആൾക്കാർ പോലും ഈ ടോയ്ലറ്റ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. എനിക്കത് ചെയ്തതിന് യാതൊരു പ്രശ്നമില്ല, എനിക്കത് പറയുന്നതിനും പ്രശ്നമില്ല. പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ കാനഡയിലോട്ട് പോയത്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് കേട്ടോ.